എൻ്റെ പേര് വിനോദ്. ഞാൻ എറണാകുളത്താണ് എൻ്റെ വീട്. ഇപ്പോൾ സർജറി ചെയ്തിട്ട് ഫസ്റ്റ് സർജറി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മുടി ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ അത്യാവശ്യം ഇവിടെ എല്ലാം പോയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് നമ്മുടെ തലയുടെ ക്രൗൺ ഭാഗത്തും പിന്നെ ഫ്രണ്ടിലും മുടി വളരെ കുറവായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി വന്നിട്ടാണ് ഇത് ഇവിടെ വന്ന് ചെയ്തത്. അപ്പോൾ എങ്ങനെ ഈ ലാ ഡെൻസിറ്റിയെ പറ്റി അറിയാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 1-2 സോഷ്യൽ മീഡിയ ഇതുവഴി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് റിവ്യൂസ് എല്ലാം കണ്ടപ്പോൾ നല്ല റിവ്യൂസാണ് കണ്ടത്. പിന്നെ 1-2 പേര് ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിലേറ്റീവ് ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ലാ ഡെൻസിറ്റിയിൽ വന്നിട്ട്. പുള്ളിയുടെ റിസൾട്ട് ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ പുള്ളി വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾ ലാ ഡെൻസിറ്റി തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ചായിരുന്നു ഇവരുടെ. കറക്റ്റ് ഡേറ്റ് തന്ന് കാര്യങ്ങളെല്ലാം നോക്കി ഡോക്ടർ ചെക്ക് ചെയ്ത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് അവർ പറഞ്ഞു എത്ര ചെയ്യാൻ പറ്റും, എത്ര ട്രാൻസ്പ്ലാന്റ്, എത്ര ഹെയർ ഫോളിക്കിൾ ചെയ്യാം എന്നെല്ലാം പറഞ്ഞ് വ്യക്തമായി സർജറി ചെയ്ത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ സർജറിയുടെ ഒരു നോർമൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. ഒരു 1 മന്ത് വരെ നമുക്കൊരു ഇച്ചിരി അൺകംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെയല്ല, സർജറിയുടെ വേറെ കാര്യങ്ങളല്ല, നമ്മളൊന്ന് ശ്രദ്ധിക്കണം, പുറത്തിറങ്ങുന്നതിനും ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അതിനുശേഷം എല്ലാം നല്ല സ്മൂത്തായി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം റിസൾട്ട്. ഇപ്പോൾ എനിക്ക് പുറകു ഭാഗത്ത് ക്രൗൺ ഭാഗത്ത് കുറച്ച് മുടി കുറവുണ്ട്. അത് സെക്കൻഡ് ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ട്രാൻസ്പ്ലാന്റ് സെക്കൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും എന്തുകൊണ്ട് ഇവിടെ തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള അപ്രോച്ചാണ്. അവർ എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടോട് കൂടിയിട്ട് ചെയ്യുന്ന ടീമാണ് ഇവർ, ലാ ഡെൻസിറ്റി എന്ന് പറയുന്നത്. പിന്നെ അവിടെ സ്റ്റാഫ് ആവട്ടെ, ഡോക്ടേഴ്സ് ആവട്ടെ, എല്ലാവരും വളരെ നമ്മളോട് അടുപ്പത്തിലാണ്, വളരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ടീവാണ്. സോ ദാറ്റ്സ് ദ റീസൺ വൈ ഐ സെലക്ടഡ് ലാ ഡെൻസിറ്റി. നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സർജറിക്കാണ് വെയിറ്റ് ചെയ്യുന്നത്. ദാറ്റ് വുഡ് ബി ബെറ്റർ എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീലിംഗ് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം ഐ ആം റൈറ്റ് നൗ 43. ഞാൻ ചെയ്തത് 42-ലാണ് ചെയ്തത്. ഓൾമോസ്റ്റ് ഇയർ ആവുന്നേ ഉള്ളൂ. ബട്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ ഫോളിക്കിൾസ് എല്ലാം കുറേ ലീനായിട്ടുണ്ടാവും, അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എല്ലാം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആക്ച്വലി എനിക്ക് അപ്പോൾ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ കുറേ ചെറുപ്പക്കാർ, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ, മൈറ്റ് ബി സംവർ അറൗണ്ട് 28 മുതൽ അല്ലെങ്കിൽ അപ് ടു 30 ഏജിലുള്ള ആൾക്കാരെല്ലാം മുടി വളരെ കുറവുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊന്നും റീസൺ അറിയില്ല. പിന്നെ എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേടിയാണ്. ഇതെന്തോ വലിയൊരു സംഭവമാണ്, ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തലവേദനിക്കും, തല പൊളിഞ്ഞു പോകും, മരിച്ചു പോകും, അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാണ്. ഒരു കാര്യമില്ലാത്ത മിത്തുകളാണ് അതെല്ലാം. ആക്ച്വലി വളരെ സിമ്പിളായിട്ടുള്ള നല്ല പ്രൊഫഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. അപ്പോൾ എനിക്ക് തോന്നിച്ച് ഞാൻ എന്തുകൊണ്ട് നേരത്തെ ഇത് ചൂസ് ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് ബാക്കിയുള്ളവരോട് ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മുടി കുറവാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ലാ ഡെൻസിറ്റിയിൽ വരിക, ഇവിടുത്തെ പ്രൊഫഷൻസിനെ കാണുക, അതെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവരെന്നോട് പറയും, എന്ത് ട്രീറ്റ്മെൻറ്റ് അതിലോട്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റും, എന്താണ് അതിനെ പറ്റിയ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് വേണ്ടി വരില്ല, വേറെ എന്തെങ്കിലും തെറാപ്പികൾ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലേറ്റ് ആക്കാതെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു മുടി കുറവുണ്ട് അല്ലെങ്കിൽ മുടിയുടെ തിക്നെസ് കുറവുണ്ട് എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും സമയം കളയാണ്ട് വന്ന് ചെയ്യുക. എത്രയും പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും റിസൾട്ട് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. കാരണം നിങ്ങളുടെ ഫോളിക്കിൾസ് എല്ലാം ഏറ്റവും യങ്ങർ സ്റ്റേജിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അത് ഏജ് കഴിയുന്തോറും അതിൻ്റെ വീക്ക്നെസ് വരും. അപ്പോൾ ആ റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ അതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അപ്പോൾ ലാ ഡെൻസിറ്റിയാണ് എനിക്ക് ഇപ്പോൾ കേരളത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല സമയമായി തോന്നിയത്. ഞാൻ കുറേ ഇതിനെപ്പറ്റി സർവേ നടത്തിയിട്ടുണ്ട്, കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, ചെയ്ത ആൾക്കാരുടെ റിസൾട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ഇതാണ്, എത്രയും വളരെ പെട്ടെന്ന് തന്നെ ലേറ്റ് ആക്കാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒട്ടും പേടിക്കാണ്ട് ധൈര്യമായിട്ട് ഇവിടെ വരിക, ഇവരെ കൺസൾട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഓപ്ഷൻ എന്നുള്ളവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. താങ്ക് യു.